ഗ്രോത്ത് കണ്ട് അതിന്റെ ഷേപ്പ് കണ്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ് ഈ പരിപാടി. ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ശരിക്കും ഇല കാണാത്ത രീതിയിൽ പൂക്കുന്ന വെറൈറ്റികൾ കോമ്പാക്ട് ഉണ്ട് ഇതിൽ, ഡെൻഡ്രോബിയം കോമ്പാക്ട്, ഇതൊക്കെ അതിൽപ്പെട്ട വെറൈറ്റി. യൂട്യൂബില് വീഡിയോസ് ഒക്കെ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചിലതൊക്കെ അങ്ങനെ സക്സസ്ഫുൾ ആവുന്നു. എല്ലാവർക്കും നമസ്കാരം. സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ ഫ്ലവർ ഹൗസ് സീസൺ 2 രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതിൽ രണ്ടാമത്തെ വീഡിയോയാണ് ഈ ചെയ്തിട്ടുള്ളത്. 5 ഗാർഡൻ വീഡിയോകൾ ചെയ്തതിന് ശേഷം 5ാമത്തെ വീഡിയോയ്ക്ക് താഴെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഗാർഡൻ ഏതാണ് എന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ പേർ പറയുന്ന ആ ഗാർഡന് 5 അഡീനിയം പ്ലാന്റ്സുകൾ ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ്. പല ഗാർഡനിലും പല ഐഡിയാസിലൊക്കെയാണ് പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ പല പ്ലാന്റ്സിനും ഫെർട്ടിലൈസർ, അതുപോലെ പോട്ടി മിശ്രിതമൊക്കെ പലതും ആണ് പലരും ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും വിജയം എന്ന് തോന്നുന്ന മിശ്രിതം, അതുപോലെ ഫെർട്ടിലൈസർ, അതുപോലെ ഐഡിയാസൊക്കെ പലർക്കും മനസ്സിലാക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ഈ ഗാർഡനിൽ അധികം പ്ലാന്റ്സുകൾ ഉള്ളത് കൊണ്ടല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഉള്ള പ്ലാന്റ്സുകൾ, ഓർക്കിഡ് പ്ലാന്റ്സ് ഉണ്ട്, ഇൻഡോർ പ്ലാന്റ്സുകളുണ്ട്, അതുപോലെ അഡീനിയം, ബോഗൻവില്ല പ്ലാന്റ്സുകളൊക്കെ ഉള്ള പ്ലാന്റ്സുകൾ നല്ല ഭംഗിയായിട്ട് തന്നെ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ളൊരു ഗാർഡൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഒരു വീട്ടിലെ ഗാർഡനിൽ അധികം പ്ലാന്റ്സുകൾ ഉണ്ടാവുക എന്നുള്ളതല്ല, ഉള്ള പ്ലാന്റ്സുകൾ കറക്റ്റ് അറേഞ്ച് ചെയ്ത് കറക്റ്റ് പരിചരണം നൽകി അതിനെ ഹെൽത്തിയാക്കി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിലാണ് കാര്യം എന്നാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ഗാർഡൻ ആയതുകൊണ്ടാണ് ഈ ഗാർഡനെ ഞാൻ സീസൺ 2 രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഈ ഗാർഡനെ ഉൾപ്പെടുത്തിയത്. ഇനി ഈ ഗാർഡനെ പരിചയപ്പെടുത്താം. മലപ്പുറം ജില്ലയിലെ ആനക്കയത്തെ പള്ളിപ്പുറം എന്ന സ്ഥലത്ത് സുരേഷ് കുമാർ സാർ, അതുപോലെ തന്നെ അനീഷ് സാർ, അച്ഛനും മകനുമാണ്. അപ്പോൾ അതിൽ അനീഷ് സാർ, ഈ മകനാണ് കൂടുതലായിട്ടും പ്ലാന്റ്സിനെ കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് സമയം അതിന് കണ്ടെത്തുന്നത്. ഈ വീട്ടിലെ എല്ലാവർക്കും പ്ലാന്റ്സിനെ ഇഷ്ടമാണ്, എല്ലാവരും കെയർ ചെയ്യുന്നത്. എന്നാൽ അധികമായിട്ടും അനീഷ് സാറാണ് ഇത് കെയർ ചെയ്യുന്നത്. നമുക്ക് അച്ഛനെയും മകനെയും ഈ ചാനലിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ. സാറേ, സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. പറയൂ, സാറിനെ ഒന്ന് പേര് പറയൂ, പരിചയപ്പെടുത്തൂ. എൻ്റെ പേര് സുരേഷ് കുമാർ, 59 വയസ്സ്. ഞാൻ നേരത്തെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ SI ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. 2021 ഫെബ്രുവരിയാണ് ഞാൻ റിട്ടയർ ആയത്. അപ്പോൾ അതിനുശേഷം ആ സമയത്ത് കൊറോണയുടെ ഒരു പീരീഡ് ആയിരുന്നല്ലോ. അപ്പോൾ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ മോൻ അനീഷാണ് ഇത് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ബോഗൻവില്ലേൻ്റെ ഒരു ഗാർഡനായി മാറി. തീർച്ചയായിട്ടും നല്ലൊരു കളക്ഷൻ ഉണ്ട്. അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഉള്ള പ്ലാന്റ്സ് നല്ല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സാർ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഒരു ന്യൂട്രീഷൻ സെന്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ അതായത് ടൈം പാസ് എന്നുള്ള രീതിയിൽ ഒരു ഹെൽത്തി പ്രോഗ്രാം എന്നുള്ള രീതിയിൽ കൂടുതൽ ആളുകൾക്ക്, ഓവർ വെയിറ്റ് ഉള്ള ആളുകൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാനും ജീവിതശൈലി രോഗങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അത് ഒരുപാട് പേർക്ക് ഇപ്പോൾ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എടുത്തു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് മലപ്പുറം ജില്ലയിലെ കൂടലങ്ങാടി എന്ന സ്ഥലത്താണ് എൻ്റെ സെന്റർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നു അല്ലേ? അപ്പോൾ പ്ലാന്റ്സും ഈ ഫ്ലവറൊക്കെ കാണുന്ന സമയത്ത് ഒരു സന്തോഷമല്ലേ? രാവിലെയൊക്കെ എണീറ്റ് വരുന്ന സമയത്ത് ഫ്ലവർ പാർക്കിലേക്ക് വേറെ പാർക്ക് തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ പാർക്ക് സെറ്റ് ചെയ്തിരിക്കും. വൈകുന്നേരങ്ങളിലും സന്തോഷമായിട്ട് പോകുന്നു അല്ലേ? അപ്പോൾ മോനാണ് ഇപ്പോൾ കാര്യമായിട്ട് ഇങ്ങനെ സെറ്റ്, പിന്നെ ഇത് കെയർ ചെയ്യുന്നത്, അതുപോലെ ഇങ്ങനെ പരിചരണം അല്ലേ? അപ്പോൾ ഇനി മോനോട് കുറേ കാര്യങ്ങൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഈ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തും. എൻ്റെ പേര് അനീഷ് എന്നാണ്. ഞാൻ മലപ്പുറത്ത് കേന്ദ്ര വിദ്യാലയത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് CBSE കോച്ചിങ് സെന്റർ നടത്തുന്നുണ്ട്. 6th to 12th വരെയുള്ള കുട്ടികൾക്കുള്ള പേഴ്സണൽ ക്ലാസ്സിൽ അതുപോലെ ഗ്രൂപ്പ് ട്യൂഷൻ കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ശരി. അപ്പോൾ ഇങ്ങനെ ഈ പ്ലാന്റ്സിനോട് ഇത്ര ഇഷ്ടം തോന്നാൻ? ആ ഒരു കൊറോണ സമയത്ത് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ഓൺലൈൻ ക്ലാസ്സിലായിരുന്നല്ലോ. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടി ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു. തുടക്കത്തിൽ ലീഫ് പ്ലാന്റ്സ് സ്റ്റാർട്ട് ചെയ്തത്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഫോളേജ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഫിലോഡെൻഡ്രോൺ അല്ലെങ്കിൽ അഗ്ലോണിമ പോലത്തെ പ്ലാന്റ്സ് ഒക്കെ. പിന്നെ 1-2 നമ്മുടെ നാടൻ വെറൈറ്റികൾ ബോഗൺവില്ലാസ് ഉണ്ടായിരുന്നു. അത് പിന്നീട് ഒരു കെയറും കൊടുക്കാതെ തന്നെ അതിന്റെ ഗ്രോത്ത് കണ്ട് അതിന്റെ ഷേപ്പ് കണ്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ് ഈ പരിപാടി. ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. തീർച്ചയായിട്ടും. ഡെൻഡ്രോബിയം ഓർക്കിഡിലൊക്കെ അത്യാവശ്യം ഫ്ലവർ ഉണ്ടല്ലോ. ഈ ഡെൻഡ്രോബിയത്തിന് എന്താ ഫെർട്ടിലൈസർ കൊടുക്കുന്നത്? നമ്മളിപ്പോൾ യൂഷ്വലി പ്രൊവൈഡ് ചെയ്യുന്നത് NPK തന്നെയാണ്. നമുക്ക് പറഞ്ഞ പോലെ തന്നെ 13-27 എന്നുള്ള NPK തന്നെയാണ് കൊടുക്കുന്നത്. ഓർക്കിഡിന് സ്പ്രേ ചെയ്തിട്ട് ഒരു 10 ദിവസം ഗ്യാപ്പിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിപ്പോൾ ഒരു അത്ര ഹെൽത്തി സിറ്റുവേഷനിലല്ല. ഫ്ലവർ ഉണ്ടെങ്കിലും 1-2 കുറച്ച് ഹെൽത്ത് കുറവാണ്. അത് ഫെർട്ടിലൈസറിന്റെ കുറവ് തന്നെയാണ്. ഒരു വേനൽക്കാലമാണല്ലോ, നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഹെൽത്ത് കുറവ് കാണുന്നുണ്ട്. പലതും ശരിക്കും ഇല കാണാത്ത രീതിയിൽ പൂക്കുന്ന വെറൈറ്റികൾ കോമ്പാക്ട് ഉണ്ട് ഇതിൽ, ഡെൻഡ്രോബിയം കോമ്പാക്ട്, ഇതൊക്കെ അതിൽപ്പെട്ട വെറൈറ്റികളാണ്. അതൊക്കെ നമുക്ക് ഇല കാണാതെ തന്നെ തിങ്ങി നിറഞ്ഞ് പൂക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതൊരു ഫെലനോപ്സിസ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് ഇതിന്റെ പൂവിന്. അതുപോലെ ഈ ഒരു ഒറ്റ സ്റ്റാക്കിൽ തന്നെ ഒരുപാട് വട്ടം ഫ്ലവർ വരുന്നതായിട്ട് കാണാൻ പറ്റാറ്. തീർച്ചയായിട്ടും.
സാറേ അഡീനിയം പ്ലാന്റ്സുകൾ കുറച്ചൊക്കെ കാണുന്നുണ്ടല്ലോ, അത് ഗ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നോ? ഗ്രാഫ്റ്റിംഗ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. പക്ഷെ ഒന്ന് രണ്ട് നമ്മുടെ യൂട്യൂബില് വീഡിയോസ് ഒക്കെ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ചിലതൊക്കെ അങ്ങനെ സക്സസ്ഫുൾ ആവുന്നില്ല എന്നുള്ള അവസ്ഥയിലുള്ളത്. അതെ അതെ, കുറെ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം ചിലപ്പോൾ 1-2 ഒക്കെ പിന്നെ ഫെയിലായി വരാം. പക്ഷെ അത് എന്നാലും പിന്തിരിഞ്ഞ് പോകരുത്. ഇല്ല, തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. ചിലത് സക്സസ് ആയി തുടങ്ങിയിരുന്നു. അതെ, ചില 1-2 ഒക്കെ സക്സസ് ആയിട്ടുണ്ടായിരുന്നു. ബോഗൺവില്ല ചെയ്യാറുണ്ടോ? ബോഗൺവില്ല ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ റിസൾട്ട് വരാൻ ആയി തുടങ്ങുന്നേ ഉള്ളൂ. അതല്ലേ, ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്ത് വെച്ച് കവറൊക്കെ ബാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ചെറിയ താമസം. നല്ല റെഡ് പ്ലാന്റ് അല്ലേ ഇത്? ഏതാ സാറേ വെറൈറ്റി? ഇത് ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. കണ്ടാൽ ഏകദേശം നമ്മൾ താങ്ക്ലോങ് പോലെ തോന്നുമെങ്കിലും ഇതിന്റെ പെറ്റൽസ് വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരിക്കും. അത് വിടർന്ന് വരില്ല, ക്ലോസ് ആയിട്ടുണ്ടായിരിക്കും. നല്ല റെഡ് അല്ലേ? അതെ, നല്ല റെഡാണ്. വൈറ്റിന്റെ കൂടെ വെക്കുമ്പോൾ പ്രത്യേക ഒരു ഷോ തന്നെ. തീർച്ചയായിട്ടും. സാർ, ഈ ബോഗൺവില്ലയുടെ പോട്ടി മിശ്രിതം എന്താണ് ചെയ്യുന്നത്? പോട്ടി മിക്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഗാർഡൻ സോയിൽ, അതുപോലെ കോക്കോ പീറ്റ്, പിന്നെ സൂപ്പർ മീലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെയൊക്കെ പോട്ടി മിക്സ് തയ്യാറാക്കുന്നത്. അതിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ഫെർട്ടിലൈസർ വന്ന് നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന NPK അതുപോലെ ഡാപ്പും തന്നെയുള്ളൂ. അതെ, ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അതെ, നല്ല ഫ്ലവർ ചെയ്ത് കിട്ടും നമുക്ക്. അതെ. സാറേ, ഫിലാഡൻഡ്രം വെറൈറ്റി നല്ല ഭംഗിയുണ്ടല്ലോ. അത് കുറേ വർഷമായി അത് വെച്ചിട്ട്? ഏകദേശം ഒരു 5 വർഷത്തോളമായി ആ ഫിലാഡൻഡ്രം വെച്ച്. അതല്ലേ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ഫിഷ് ഉണ്ട് അല്ലേ? അതെ. ഇത് ഇപ്പം അടുത്ത് ചെയ്തിട്ടുള്ളൂ? ഇല്ല, ഇത് ഓൾമോസ്റ്റ് ഒരു 4 വർഷത്തോളമായി. ഈ ചാനലിൽ കുറേ അധികം വീഡിയോകൾ ചെയ്തതിൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ മാത്രമാണ് നിങ്ങൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ അറിയിച്ചത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോയിലും ഞാൻ അറിയിക്കുകയാണ്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കൊന്ന് ലൈക്കും കൂടെ ചെയ്യുക. നിലവിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. സുരേഷ് കുമാർ സാറിനും അനീഷ് സാറിനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.